സർവകലാശാലകൾ ഗവർണർ കയറി ഭരിക്കുന്നതിനെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. സർവകലാശാല ഭരണത്തിലൊക്കെ സംസ്ഥാന സർക്കാരിനോട് എതിർപ്പുണ്ട്, സമരം ചെയ്യാറുണ്ട്. എന്നാൽ ഗവർണറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഈ കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി ഭരണങ്ങളിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് കരുതി സ്വന്തം നിലയിൽ ഗവർണർ കയറി ഭരിക്കുക എന്നുള്ളതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഏത് ഗവൺമെൻറ് ആണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അഡ്വൈസിലെ ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടുള്ളൂ. യൂണിവേഴ്സിറ്റി ഭരണത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ എതിരായി സമരം നടത്തുന്നവരാണ് ഞങ്ങൾ. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും അഭികാമ്യമല്ല. പക്ഷേ ഗവർണറുടെ നടപടി ന്യായീകരിക്കാനും കഴിയില്ല. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ, പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഗവർണറുടെ ഈ സർവകലാശാലകളിലെ ഇടപെടൽ സംബന്ധിച്ച്? മുസ്ലിം ലീഗ് വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ് സുജയ പാർവതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിശ്ചിതമായ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സർവകലാശാലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് കാലങ്ങളായി വിമർശിക്കാറുണ്ട്. അവരുടെ ഭരണപരമായ പലതരത്തിലുള്ള വിഷയങ്ങൾക്ക് തങ്ങൾക്ക് അതൃപ്തിയുണ്ട്, അമർഷമുണ്ട്, എതിർപ്പുണ്ട്, അത് പറയാറുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സർവകലാശാലകൾ കയറി ഗവർണർ ഭരിക്കുന്ന നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അത് കൃത്യമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ബി.ജെ.പിയുടെ അജണ്ടയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ സർവകലാശാലകൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഭരണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എവിടെയായിരുന്നു ഗവർണർ പ്രവർത്തിച്ചിരുന്നത്, എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഗവർണർ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ള ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഡ്വൈസറി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ആളുകൾ ഈ വിധത്തിൽ സർവകലാശാലയുടെ ഭരണം തന്നെ ഏറ്റെടുത്തുകൊണ്ട് സർവാധികാരിയായി പെരുമാറുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിൽ അവർക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ സമരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, വിശേഷിച്ചും ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവർണർ നടപടിയെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷിച്ചും ഈ കാവ്യവൽക്കരണമൊക്കെ തന്നെ രാജ്യത്തൊട്ടാകെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നു എന്ന പൊതുവെയുള്ളൊരു വിമർശനം മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും സർക്കാർ നടപടി മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച ആളുകളുടെ പേര് പൂർണ്ണമായും വെട്ടിക്കൊണ്ട് ഗവർണർ നിർദ്ദേശിച്ച ആളുകളെ നിയമിക്കുന്നത്. ആ ഒരു നടപടിയിൽ മുസ്ലിം ലീഗിന് കൃത്യമായ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒരുപക്ഷെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പോഷക സംഘടനകൾ ഉൾപ്പെടെ സമര രംഗത്തുണ്ടാകുമെന്നൊരു സൂചനയും കുഞ്ഞാലിക്കുട്ടി നൽകുന്നുണ്ട്. സുജയ പാർവതി. ഗവർണർ സർവകലാശാലകൾ ഭരിക്കുന്നതിനെ ലീഗ് പിന്തുണയ്ക്കില്ല എന്ന ശക്തമായ നിലപാടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ആ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ് മുബഷിർ വ്യക്തമാക്കിയത്.